കോട്ടയത്തേക്ക് പോവുകയാണ്. ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, മുസ്ലിം ലീഗിന് മാത്രമല്ല കേരള കോൺഗ്രസിനും വലിയ ആശങ്കയുണ്ട്. മുന്നണിയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. ഇന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി പി.ജെ. ജോസഫ് സംസാരിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ലീഗിനെ പോലെ ഇന്ന ആൾ എന്ന കൃത്യമായൊരു നിലപാട്, അതല്ലെങ്കിൽ പ്രതിഷേധം തുടങ്ങിയ നിലപാടുകൾ അതൊക്കെ ഉണ്ടോ കേരള കോൺഗ്രസ് ജോസഫിനും? ദിൽന, അമൽ, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ആര് വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. വി.ഡി. സതീശനോട് കൂടുതൽ താല്പര്യം മോൻസ് ജോസഫ് കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു നിലപാടില്ല. അതുകൊണ്ട് ആര് വന്നാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കമാൻഡ് എത്തിയപ്പോൾ അവരോട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞിരുന്നു. അത് വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. കാരണം തെരഞ്ഞെടുപ്പിനെ നയിച്ചത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വി.ഡി. സതീശൻ തന്നെയാണ് മുന്നിലേക്ക് വരേണ്ടത് എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചില ധാരണകളും കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നത് വി.ഡി. സതീശനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ വരട്ടെ എന്നുള്ള നിലപാട് ആദ്യം സ്വീകരിച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം അതല്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അണികളിൽ നിന്നടക്കം വലിയ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയായിട്ട് എത്രയും വേഗം അത് ആരാണോ അയാളെ പ്രഖ്യാപിക്കണം, സത്യപ്രതിജ്ഞയിലേക്ക് പോകണം എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ സത്യപ്രതിജ്ഞ നടത്തി മുഖ്യമന്ത്രിമാർ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനത്തെ ഇത് കൂടുതലായി ബാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രാൻസ്ഫറുകളും മറ്റുമാണ്. അത് ഈ ഘടകകക്ഷികളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അണികളായിട്ടുള്ള പല പ്രവർത്തകർക്കും ഈ ട്രാൻസ്ഫറും മറ്റുമൊക്കെ നൽകേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരാതികൾ കൂടുതലായിട്ട് ഘടകകക്ഷികളിലേക്ക് എത്തുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയും പി.ജെ. ജോസഫും ഫോണിൽ സംസാരിച്ചത്. ഈ രണ്ടു കൂട്ടർക്കും ഒരേ നിലപാടാണ്. അതായത് നേരത്തെ ചില ആളുകളുടെ പേര്, സതീശന്റെയൊക്കെ പേര് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ എത്രയും വേഗം ഈ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ വലിയ പ്രക്ഷോഭങ്ങൾ തെരുവിൽ നടന്നപ്പോൾ പോലും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് ഈ ഘടകകക്ഷികൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വരുന്നു, കൂടുതൽ കളിയാക്കലുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പോലും ചില നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കണമെന്നാണ്. അത് ഹൈക്കമാൻഡിനെ, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇവർ അറിയിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.